ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണേ. നമ്മുടെ വീട്ടിൽ തന്നെ അധികം ചിലവില്ലാതെ നാച്ചുറലായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറ്റാർ വാഴയും അതുപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടുമാണേ. അപ്പോൾ ഇതൊരു ശകലം മൂത്ത കറ്റാർ വാഴ ആയതുകൊണ്ട് ഞാനിതൊരു 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ തളിർത്ത കറ്റാർ വാഴയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ 1 മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ കറയെല്ലാം ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ നേരം ഇതിൻ്റെ പുറത്തെ തൊലിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ അകത്തെ ജെല്ല് മാത്രമാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ ജെല്ലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ജെല്ലായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ മൊത്തം ഒന്ന് ജെല്ല് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ജെല്ല് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഈ ജെല്ല് സെപ്പറേറ്റ് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ 2 ബീട്രൂട്ടും 2 ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 ബീട്രൂട്ടും അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അതായത് തുളസിയോ അതോ അല്ലെങ്കിൽ പപ്പായയോ ആര്യവേപ്പോ പനിക്കൂർക്കയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. നമുക്കിതൊരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ അരിച്ചെടുക്കണം. ഇതുപോലെ ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ ക്യാരറ്റും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തു നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു തുണിയോ അല്ലെങ്കിൽ അരിപ്പയോ വെച്ച് അരിച്ചെടുക്കാം. ഇതിൻ്റെ ജ്യൂസ് മാത്രം മതി കേട്ടോ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദണ്ട് ഇതുപോലെ ഞാൻ ക്യാരറ്റിൻ്റെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോപ്പ് ബേസാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്കിത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് തന്നെയാണെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ പീസായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന ഈ കിറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസും കൂടെ ഉണ്ട്. അപ്പോൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കുന്നവർ ഇത് ഒന്നിച്ചുള്ള കോംബോ ഓഫറായിട്ട് വാങ്ങിക്കാൻ നോക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കണം. ഡയറക്റ്റ് കൊണ്ട് മെൽറ്റ് ചെയ്യരുത്. കരിമിത് ചീത്തയായി പോവും. ഇത് അടിക്ക് പിടിച്ച് കരിഞ്ഞു പോവും. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ തന്നെ ചെയ്യുക. ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ ബേസും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മോൾഡ് എടുത്ത് വെക്കാം എന്നുണ്ട്. ഇത് വീട്ടിലെ കുറച്ച് പാത്രങ്ങളാണ്. പല ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എടുത്തിരിക്കുന്നത്. ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഐസ്ക്രീം വാങ്ങിച്ചതിൻ്റെ ടിന്നാണ്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോൾഡ് എടുക്കാവേ. സോപ്പിൻ്റെ മോൾഡ് തന്നെ വേണമെന്നില്ല. അപ്പോൾ നമുക്കിതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണെങ്കിലും എടുത്താൽ മതി. അത് വെച്ചിട്ടാണ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ഏകദേശം ഒരു ഹാഫ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഫുൾ മെൽറ്റ് ആകുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ഫ്രാഗ്രൻസിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നല്ലൊരു സ്മെല്ലും കൂടെ കിട്ടാൻ, വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചത്. അപ്പോൾ ഇത് നല്ലതുപോലെ മെൽറ്റായി വരുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെയും അലോവേരയുടെയും ജെല്ല് ഇതിലോട്ട് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇത് പെട്ടെന്ന് കട്ടയാവാൻ തുടങ്ങുമേ. ചൂടോടുകൂടി തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ മോൾഡിലോട്ട് മാറ്റണം. അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് മോൾഡിലോട്ട് മാറ്റി കൊടുത്തിട്ടുമുണ്ട്. ഇനി ഇതൊരു 4 തൊട്ട് 5 മണിക്കൂർ വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അല്ലെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഓവർനൈറ്റ് ഫുള്ള് വയ്ക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും സെറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിനകത്തും അങ്ങനെ ഒന്നും വെക്കേണ്ട കാര്യമില്ല. വെറുതെ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതുകൊണ്ടോ ഞാനിതൊരു 5 മണിക്കൂറിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ അടിപൊളി സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ സ്കിൻ കെയറിനും അതുപോലെ തന്നെ
പിമ്പിൾസൊക്കെ ഉള്ളവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു കെമിക്കൽസും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ നമുക്കിത് മാർക്കറ്റിംഗ്, അതായത് ഒരു ബിസിനസ്സായിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ടുന്ന കവേഴ്സ് എല്ലാം ലോ കോസ്റ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.